ഇങ്ങനത്തിൽ ആരൊക്കെ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയതിനെ ഓരോരോളുടെ വീഡിയോ കണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആടി കൊടുക്കട്ടോ, ഒന്ന് പോയി കണ്ടെത്തി. എന്തായാലും നമ്മളിപ്പോൾ പറയാൻ വന്ന എന്താ വെച്ചാൽ, അന്ന് ആ ഓരോരോൾ ഉണ്ടാക്കിയതിൻ്റെ പൊലിവ് ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിൻ്റെ ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോഴും ഒരു സാധനം ഓരോ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ മൂന്നിലൊരാളെ സംബന്ധിച്ച് ഒരു സാധനം 190% റെഡിയായി വരും പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഓരോ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ പരീക്ഷിക്കാനുള്ള ശുഷ്കാന്തിയും തുറയും കൂടുതലാണ്. എന്താ ചെയ്യലേ, എന്തെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ അടുക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു സംഭവം ഓരോ വെച്ചിട്ട് ഉണ്ടാക്കി പക്ഷേ ഉണ്ടാക്കിയാലോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇൻട്രസ്റ്റിൽ വെറുതെ ഓരോന്നും നോക്കിയപ്പം ഞാൻ മറ്റേ ഐസ് ഉണ്ടല്ലോ, ബാർ ഐസ് ഉണ്ടാക്കുന്നത് കണ്ടോ ഓരോ വെച്ചിട്ട്. നിങ്ങൾ എല്ലാവരും സാധനം എവിടെയെങ്കിലൊക്കെ വെച്ച് എന്തായാലും സാധനം കണ്ടിട്ടുണ്ടാവും. ഇതാണെങ്കിൽ അതിൽ കാണിക്കുന്ന പോലെ അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ ഓരോൻ്റെ ബാർ ഐസ് ആണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ അതിലുള്ള പോലെയല്ല ഉണ്ടാക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിലാണ് ഉണ്ടാക്കുന്നത്. എനിക്കെന്തോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴായിരിക്കണം കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതേമാതിരി ഉണ്ടാക്കി. കാര്യമായിട്ടൊരു പണിയില്ല, ഒരു 10 ഓരോൻ്റെ പാക്കറ്റ് എടുക്കുക, എന്നിട്ട് ടൈം കുറച്ചധികം ഓരോ മാറ്റി വയ്ക്കുക. കാരണം 1-2 റല്ല് വെച്ചാൽ മതി. എന്നിട്ട് അതിങ്ങനെ പൊടിച്ചിട്ട് അത് വേറെ സ്ഥലത്ത് വെക്കുക. എന്നിട്ടൊരു മിക്സ് എടുക്കുക, എടുത്ത് ചോറ് ഇടുക, കുറച്ച് പാൽ വയ്ക്കുക, പഞ്ചസാര ഇടുക, പിന്നെ പാൽപ്പൊടി ഉണ്ടല്ലോ അതും ഇടുക, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക, അടിച്ചങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പൊടിച്ച് വെച്ചിട്ടില്ലേ ഓരോ അയക്കത് ഒഴിച്ചിട്ട് നമ്മൾ മറ്റേ ഐസ്ക്രീമിൻ്റെ ആ കോലുണ്ടല്ലോ ആ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് സാധനം ഫ്രീസറിൽ വെക്കുക, കഴിക്കാം. ഞാനാണെങ്കിൽ സംഭവം സ്വാഭാവികമായിട്ടും എപ്പോഴും മോചന ആൾക്കാർ അതിൻ്റെ ഒരു മറ്റേ പ്രിവെൻറ്റേറ്റീവ് എന്താ പറയുക, അതന്നെ മറ്റേ എന്താ പേര് പറയാം, നമ്മൾ ഈ സുരക്ഷ എന്താ പേര് പറയാം, നമ്മൾ മുൻകരുതലെടുക്കുമല്ലോ, നമ്മൾ ഇനി മൂഞ്ചാണ്ടിരിക്കാൻ വേണ്ടി കണ്ട്. അതിനോടിലാണ് ഒരൊറ്റ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഒരു സാധനം വെച്ചിട്ട് ഒരൊറ്റ ഐസ് ബാർ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കിപ്പോൾ തോന്നി ഞാൻ കുറേ ഉണ്ടാക്കിയാൽ മതി. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സീര ടേസ്റ്റിന് എങ്ങനെ എനിക്ക് പറയേണ്ടി അറിയില്ല. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എന്താ പറയുക, ഞാനിപ്പോൾ എന്താ അതന്നെ ഒന്നും ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഈ സാധനം ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും ഒരൊറ്റ ഒന്നും വന്നാൽ കഴിച്ചത്. നമ്മൾ മുമ്പുണ്ടാക്കിയ ഓരോരോളിലേക്കാളും ടേസ്റ്റ് ഉള്ളത് ഈ ഒരു സാധനമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്താ പറയുക, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. സംഭവം വലിയ പണിയൊന്നുമില്ലല്ലോ. നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം തോന്നുമ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സാധനമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.